നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ കഥകളൊക്കെ ഞാൻ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരെ അതും കൂടെ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഒടുവിൽ നമ്മൾ കാണുന്ന അജയന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവാണ്. അപ്പൊ ഇത്രയും നാളും അജയനൊരു കപട മുഖംമൂടി അണിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുടുംബത്ത്. ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ഈ പറയുന്ന എനിക്കും ആർക്കോട്ട് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എത്ര മൂടി വെച്ചാലും ആ രഹസ്യങ്ങളൊക്കെ ഒരു ദിവസം പുറത്ത് വന്നല്ലേ മതിയാവുള്ളൂ. നന്ദു ആ കുടുംബത്തിലേക്ക് വരുന്നതിനെ അജയനും അതുപോലെ തന്നെ ഈ പറയുന്ന ജലജയം അവരെല്ലാം ഭയക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട് താനും. ജാനകിക്കാണെങ്കിൽ നന്ദുനെ പണ്ട് തൊട്ടേ കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ അജയന് അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നാഗേന്ദ്രൻ വന്നതിന് ശേഷമാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാരണവശാലും അനിയുടെ ഭാര്യയായിട്ട് നന്ദു ഈ വീട്ടിലേക്ക് വരില്ലെന്നാണ് ഇപ്പോഴത്തെ അജയന്റെ തീരുമാനം. പക്ഷെ പാവ എനിക്കത് അറിയില്ലല്ലോ. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ തൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്നുകൂടെ സംസാരിക്കുവാണെങ്കിൽ, അമ്മ സമ്മതിച്ചില്ലെങ്കിലും അച്ഛനോട് പറയുവാണെങ്കിൽ അച്ഛൻ തൻ്റെ കൂടെ നിൽക്കും. ആ ഒരു ചിന്തയുണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അജയന്റെ അടുത്തേക്ക് വന്നു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താടാ, നിനക്കെന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാ. അച്ഛനറിയാലോ, നന്ദുവിന്റെ നവീന്റെ കല്യാണമാണ്. അപ്പം പെൺവീട് കാണാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമാണ്. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെയോ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അജയൻ ചാടി എഴുന്നേറ്റു. നീ എന്ത് വർത്താനാടാ പറയണേന്ന് ചോദിച്ചു. അതെ അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അവള് മാത്രമേ ഉള്ളൂ. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു ബന്ധം എന്തെങ്കിലും ഒരു യുദ്ധം മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് മുളയിലേ നുള്ളിക്കളഞ്ഞേരെ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ നേരത്തെ തുറന്നു പറയാം. ഒരു പക്ഷേ ഇനിയിപ്പം നന്ദുവിന്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു വിവാഹം അത് നടക്കുമെന്ന് പോലും ആരും പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം, അവൾക്ക് സമ്മതമല്ലെന്ന് ഓർത്തായിരിക്കും അച്ഛൻ ഇതൊക്കെ പറയണേ. അവൾക്ക് എന്നെ ഇഷ്ടമാച്ചാന്ന് പറഞ്ഞു. അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? എടാ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ശരി, ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല. അറിയാലോ നിനക്ക്. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നിട്ട് ചോദിച്ചു, എന്താ അജയേട്ട, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഇവൾക്ക് അല്ല, ഇവന് അവളെ കെട്ടണമെന്ന് ആ നന്ദു എന്ന് പറയുന്നവളെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും ചിന്ത മനസ്സിലുണ്ടെ മായച്ചു കളഞ്ഞേരെ. നവീന്റെ നന്ദുവിന്റെ വിവാഹം നടക്കണം. നിനക്കറിയാലോ, നരസിംഹ വക്കീല് വിളിച്ചിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ വിവാഹത്തിൽ പോയി എല്ലാം സഹകരിച്ച് വിവാഹം നടത്തി കൊടുക്കാനാ ശ്രമിക്കേണ്ടത്. നിന്റെ കൂട്ടുകാരനല്ലടാ നവീന്. എന്നിട്ടാണോ നീ? അതൊക്കെ ശരി തന്നെ. പക്ഷെ അവൾക്ക് ഇഷ്ടം നവീനെ അല്ലാന്ന് പറഞ്ഞു. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവളുടെ വീട്ടുകാരെ എന്താന്ന് വെച്ചാൽ ചെയ്തോളും. കൂടുതൽ എന്നോട് പറയാൻ വരണ്ട. പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേനും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് അനുഭവിച്ചു, അച്ഛനിത് എന്ത് പറ്റി? അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. മിണ്ടിപ്പോയാക്കരുത്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങുവാണ്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അച്ഛൻ്റെ ഈ മാറ്റം. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു പക്ഷേ നന്ദുവിന്റെ വീട്ടുകാർ സമ്മതിക്കുവാണെങ്കിൽ ബന്ധം നടത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാണ് പെട്ടെന്ന് ഈ മാറ്റം. അപ്പോഴേക്കും ജഹാനകി പറഞ്ഞു, കേട്ടല്ലോ നീ, ഇനി കൂടുതലൊന്നും ചെറുങ്ങാതെ പോകാൻ നോക്കാൻ പറഞ്ഞു. അജയേട്ടൻ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ജാനകി അജയനെയും കൂട്ടിക്കൊണ്ട് പോയി. ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് അജയൻ ജാനകിയെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പം അജയൻ പറഞ്ഞു, ഒരു കാരണവശാലും അവർ തമ്മിലുള്ള ബന്ധം നടക്കാൻ പാടില്ല. നന്ദു എന്ന് പറയുന്നവൾ ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. എനിക്കറിയാം അജയേട്ടാ, അതുകൊണ്ടല്ലേ പണ്ട് മുതലേ ഞാൻ അതിനെ എതിർക്കുന്നേ. എനിക്ക് അവൾ ഈ വീട്ടിലേക്ക് കയറി വരുന്നതിന് ഒട്ടും താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെ വിവാഹം നടത്തണം ജാനകി. ഇതങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അവളെ പോലെ ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അജയൻ ഭയക്കുന്നുണ്ട് നന്ദുവിനെ. നന്ദു വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ലെന്നും അറിയാം. ഈ സമയത്ത് നയനയുടെ ആദർശിന്റെ അരിയിലേക്ക് അനി എന്നിട്ട് പരാതികൾ പറയണം. എനിക്കറിയില്ല ആദർശേട്ടാ, അച്ഛൻ ഇത് എന്തു പറ്റിയതാന്ന്. അച്ഛനാണെങ്കിൽ നന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തില് സമ്മതമല്ല. ഇനിയിപ്പൊ ആരൊക്കെ സമ്മതിച്ചാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞോണ്ട് അച്ഛനിരിക്കുന്നേ. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അത് പിന്നെ നന്ദുവിന്റെ വീട്ടുകാര്, അതായത് നയനയുടെ അച്ഛനും അമ്മയൊക്കെ എതിർക്കുന്നോണ്ടായിരിക്കും ഇളയച്ചൻ ഇങ്ങനെ പറയണേ. എടാ, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇളയച്ചനെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന് നന്ദുവിന്റെ വീട്ടുകാരെ സമ്മതിക്കണ്ടേ എന്ന് ചോദിച്ചു. അത് പിന്നെ
അത് മാത്രമല്ല നവീനുമായിട്ടുള്ള ബന്ധത്തിന് അവർക്ക് താല്പര്യമാണ് താനും. നവീൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്നാ പറഞ്ഞേ. ഞാൻ നവീനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വരുന്ന എന്താ വെച്ചാൽ നടക്കട്ടെ. നീ ഇതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കണ്ട. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അനി പറഞ്ഞു, ആദർശേട്ടാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നവീനെ കുറിച്ച് ഓർത്ത് ചെയ്യുമ്പോൾ അതും ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ നന്ദുവിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാന്ന് പറഞ്ഞു. നീ സങ്കടപ്പെടാതിരിക്കുക, ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. നന്ദുവിന്റെ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദർശ് നയനെയും നവ്യയും കൂട്ടിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം കനകയും കൂടുതലും ഭയങ്കര സന്തോഷത്തില്ല. ആദർശം നയനയും വരുന്നുണ്ട്. കൂടെ ഒരു ഗസ്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ അവർ ആരാ എന്താന്നും അറിയത്തില്ല. ഇനിയിപ്പം നവീന്റെ വീട്ടിൽ നിന്നാണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതോ ഇനിയിപ്പം ചന്തുമോളെയും കൂട്ടിക്കൊണ്ടാണോ വരുന്നതെന്ന് അറിയില്ലോ. അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴത്തേനും ആദ്യം നയനെ ആദർശം കൂടെ കാറിൽ നിന്നിറങ്ങി. പിന്നീട് നവ്യ ഇറങ്ങി. നവ്യെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനക കോവിനോട് പറഞ്ഞു, ഇതെന്താ ഗോവിന്ദേട്ടാ? നവ്യ അവളങ്ങനെ വരുന്നു, ഇങ്ങോട്ടേക്ക് അധികം വരാറൊന്നുമില്ല. വന്നാൽ തന്നെ വഴക്കടിച്ചിട്ടാണ് പോവാറ് പതിവുള്ളതെന്ന് പറഞ്ഞു. ആർക്കറിയാം. അങ്ങനെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനെ പോയി കെട്ടിപ്പിടിച്ച് നന്ദു വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. നവ്യനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. നവ്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് നവ്യ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്ത് നിന്നിട്ട് സുഖമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. ഒന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ പോലും നിനക്ക് എന്തിനും മടിയാ. കനക പറഞ്ഞു, അത് ശരിയാ. എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ലല്ലോ. നിനക്കിപ്പോഴും ആ അഭി പറയുന്നാണല്ലോ വേദവാക്യം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, എന്റെ അമ്മ, ഇനി നവ്യേച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അതെ, നവ്യേച്ചി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വിശ്വസിച്ചിട്ടുണ്ടെന്നോ? അതെ. പിന്നീട് ഇത്രയും നാളെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക നവ്യെ കെട്ടിപ്പിടിക്കണം. എന്റെ മോളെ, എന്നിട്ട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ. ഇതിനു മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? എന്റെ അഭി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർത്ത് നീ അത് വിശ്വസിച്ചിട്ടില്ലെന്ന്. ഇപ്പോഴെനിക്ക് സമാധാനമായി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. മോള് വിഷമിക്കൊന്നും വേണ്ട. അഭി നിന്നെ ഉപേക്ഷിച്ചാലും നീ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരെ. നിനക്ക് ജീവിക്കാനായിട്ട് ഇവിടെ ഞങ്ങളുണ്ട്, അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതെ, അവനെപ്പോലെ ഒരു ദുഷ്ടന്റെ കൂടെ ജീവിക്കുന്നേക്കാളും ഭേദം അന്തസ്സായിട്ട് ആ ബന്ധു ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരുന്നതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അങ്ങനെ നവ്യയെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് അഭിയാണ്. ഒരു കാരണവശാലും നവ്യല്ല. നവ്യയ്ക്കും മോനും സന്തോഷ സുഖത്തോടും കൂടി അവിടെ കഴിയാം. എത്ര കാലം വേണേലും കഴിയാം. അവിടെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല. അല്ലെങ്കിലും മുത്തശ്ശന് ഇവരെ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. നവ്യ അവിടുത്തെ മരുമകളാണ്. പോവേണ്ടത് അഭിയും അപ്പച്ചൊക്കെയാണ്. അവരാ വീട്ടിൽ നിന്ന് പുറത്താവൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, എൻ്റെ മോളെ, കാര്യം അറിയില്ലാതെ ഞങ്ങളും കുറെ നിന്നെ കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും നയന പറഞ്ഞു, അതൊന്നും നമ്മൾ അറിയത്തില്ലാതെയല്ലേ, ഞങ്ങളും അതൊക്കെ തന്നെയായിരുന്നു. നന്ദുവിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് നവ്യ. എന്നിട്ട് പറഞ്ഞു, അതെ, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അഭിയേട്ടനെ പിടിച്ചിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് നവ്യേച്ചി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോയി. നന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, അതെ, എനിക്കറിയാം നിന്റെ മനസ്സിലെ സങ്കടം എന്താന്ന്. നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, നവ്യേച്ചിക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു. എന്തിന്? ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറെ നാളുകൾക്ക് ശേഷം സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സന്തോഷമായിരുന്നു കനകയ്ക്കും ഗോവിന്ദനും. ഗോവിന്ദൻ പറഞ്ഞു, ഇതുപോലൊരു ഊണ് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടില്ല ഇത്ര സന്തോഷമായിട്ട്. എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാ ഒരു സമാധാനമായത്. പക്ഷെ മോളുടെ ജീവിതം ഓർത്തിട്ട് നവ്യനെ കുറിച്ചാണ്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അച്ഛാ, എല്ലാം ശരിയാകുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ആ കാര്യം ഓർത്ത് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്നും ഓർത്ത് ഒരു ടെൻഷനും ഇല്ല. എനിക്ക് ബാക്കിയുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമേ ടെൻഷൻ ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നവ്യയുടെ മറ്റൊരു മുഖം അവർ തിരിച്ചറിയായിരുന്നു. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.